പശ്ചിമേഷ്യൻ യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കവെ സൗദി അറേബ്യയിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സൗദിയിലെ അൽ ഗരീജിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിനെ ലക്ഷ്യം വെച്ചുണ്ടായ ആക്രമണത്തിൽ അമേരിക്കയുടെ 3 KC-135 റിഫ്യൂവലിംഗ് വിമാനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ 12 US സൈനികർക്ക് പരിക്കേറ്റതായും ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിൽ സ്ഥിതി ചെയ്യുന്നതും അതും സൗദി അറേബ്യ പോലെ ലോകത്തെ ഏറ്റവും സമ്പത്തുള്ള രാജ്യങ്ങളിൽ ഒന്നിൽ കയറിയാണ് ഇറാൻ അമേരിക്കയുടെ യുദ്ധവിമാനം ചാരമാക്കിയത്. ഇത് എങ്ങനെ സാധിച്ചുവെന്ന് ചിന്തിച്ച് മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ തലവന്മാർ. അതിനുള്ള ഉത്തരം അവർക്ക് നൽകിയിരിക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് റഷ്യ രഹസ്യാന്വേഷണ പിന്തുണ നൽകിയെന്ന സെലൻസ്കിയുടെ വെളിപ്പെടുത്തൽ അമേരിക്കയുടെ ഉറക്കം കളയുന്നുണ്ട്. ആക്രമണത്തിന് മുന്നോടിയായി റഷ്യൻ ഉപഗ്രഹങ്ങൾ ഈ നിർണായക അമേരിക്കൻ കേന്ദ്രത്തിന്റെ ചിത്രം ആവർത്തിച്ച് പകർത്തിയതാണ് ഉക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. മാർച്ച് 24-നും 26-നും ഇടയിൽ ഈസ്റ്റിലെ വിവിധ US സഖ്യകക്ഷി താവളങ്ങളുടെയും സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുടെയും ചിത്രങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ ശേഖരിച്ചതായി അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട്. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ മാർച്ച് 26-നാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഉപയോഗിക്കുന്ന ഈ താവളത്തിന് നേരെ ഇറാൻ പ്രഹരമേൽപ്പിച്ചത് 6 ബാലിസ്റ്റിക് മിസൈലുകളും 29 ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു US സൗദി സേനകൾ സംയുക്തമായി ഉപയോഗിക്കുന്ന ഈ താവളത്തിന് നേരെ ഇറാൻ പ്രഹരമേൽപ്പിച്ചത്. ആക്രമണത്തിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളായ മാർച്ച് 20, 23, 25 തീയതികളിൽ റഷ്യൻ ഉപഗ്രഹങ്ങൾ ഈ എയർബേസിന്റെ ചിത്രങ്ങൾ പകർത്തിയതായി സെലൻസ്കി NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ ഇറാന് കൈമാറിയതോടെ ശരവേഗത്തിൽ അമേരിക്കൻ അധീന വ്യോമതാവളം ചാരമാവുകയായിരുന്നു. റഷ്യൻ ഉപഗ്രഹങ്ങൾ ഒരു പ്രദേശം തുടർച്ചയായി ചിത്രീകരിക്കുന്നത് ആക്രമണത്തിനുള്ള കൃത്യമായ പ്ലാനിങ്ങിന്റെ സൂചനയാണെന്നാണ് സെലൻസ്കിയുടെ നിരീക്ഷണം. ഒരു തവണ ചിത്രം പകർത്തുന്നത് തയ്യാറെടുപ്പിന്റെയും 2ാം തവണ പകർത്തിയാൽ അത് ഒരു സിമുലേഷന്റെയും ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. 3ാമതും ചിത്രം പകർത്തിയാൽ 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അവിടെ ആക്രമണം നടക്കുമെന്ന് തങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ തനിക്ക് 100% ഉറപ്പാണെന്നും ഇത് റഷ്യയുടെ താൽപര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രിൻസ് സുൽത്താൻ എയർബേസിന് പുറമെ മറ്റ് പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളും റഷ്യൻ നിരീക്ഷണത്തിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷിയിലുള്ള US UK സംയുക്ത സൈനിക കേന്ദ്രം, കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം, ബർഗാൻ എണ്ണപ്പാടം എന്നിവ മാർച്ച് 24-ന് ചിത്രീകരിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ സൗദിയിലെ ഷൈബ എണ്ണവാതകപ്പാടം, തുർക്കിയിലെ ഇൻസർലിക് എയർബേസ്, ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് എന്നിവയുടെ ദൃശ്യങ്ങളും റഷ്യൻ ഉപഗ്രഹങ്ങൾ പകർത്തി. ഇറാനെ സഹായിക്കുന്നതിലൂടെ റഷ്യക്ക് വലിയ സാമ്പത്തിക തന്ത്രപരമായ നേട്ടങ്ങളുണ്ടെന്ന് സെലൻസ്കി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനും അതുവഴി റഷ്യയുടെ വരുമാനം ഉയർത്താനും സഹായിക്കും. കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രദ്ധ യുക്രൈനിൽ നിന്ന് മാറ്റാനും റഷ്യ ഇതിലൂടെ ശ്രമിക്കുന്നുണ്ടെന്നും ഉക്രൈൻ പറയുന്നുണ്ട്. എന്നാൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. ഇറാനുമായി സൈനിക സഹകരണം തുടരുന്നുണ്ടെങ്കിലും അവർക്ക് ഇത്തരം രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകിയിട്ടില്ലെന്നാണ് റഷ്യയുടെ നിലപാട്. അതേസമയം ആക്രമണത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യ പുറത്തുവിട്ടു. റൺവേക്ക് സമീപം നിർത്തിയിട്ടിരുന്ന 3 കൂറ്റൻ ടാങ്കർ വിമാനങ്ങൾ ഇറാന്റെ ചാവേർ ഡ്രോണുകൾ പതിച്ച് കത്തിയമരുന്നത് ചിത്രങ്ങളിൽ വ്യക്തമാണ്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നൽകുന്ന ഈ വിമാനങ്ങൾ തകർന്നതോടെ പശ്ചിമേഷ്യൻ ആകാശത്ത് അമേരിക്കൻ വ്യോമസേനയുടെ പകുതി കരുത്ത് ചോർന്നതായാണ് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്.